അല്ല, തുടർ നടപടി വളരെ മനോഹരമായും ക്രിയാത്മകമായ ചർച്ചയിലൂടെയാണ് കോൺക്ലേവ് അവസാനിച്ചത്. ആ ചർച്ചയ്ക്ക് മറുപടിയായിട്ട് ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ട് 3 മാസത്തിനകമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 3 മാസത്തിനകം ഇതെല്ലാം പ്രാവർത്തികമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ ആ ചടങ്ങിൽ ഒരു കാര്യം പറയുകയുണ്ടായി. നമ്മൾ SC വിഭാഗത്തിലുള്ള ആളുകൾക്ക് വനിതകൾക്കൊക്കെ ഇത്തരത്തിൽ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് നൽകുമ്പോൾ അവർക്ക് പ്രത്യേക പരിശീലനം നൽകണം എന്നുള്ളതാണ്. അതിനോട് നമ്മുടെ നിലപാടെന്താണ്? അല്ല, അടൂർ സാറ് പറഞ്ഞതിനെപ്പറ്റി മന്ത്രി സജി ചെറിയാൻ അവർ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞല്ലോ ഒരു കാര്യം, പല സിനിമകളും എടുക്കുന്നുണ്ട്, അത് അത്ര നിലവാരത്തിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം പറയുന്നത്. അല്ല, അതൊരു മാനദണ്ഡം എങ്ങനെയാണ്? അതിൽ കൃത്യമായ മാനദണ്ഡ പ്രകാരം കൃത്യമായ മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെ കൊടുക്കാൻ ഉദ്ദേശം. ഈ പണം കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ല, അതൊന്നും ഇപ്പം ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. കാര്യം നല്ല ഒരു മലയാള സിനിമയുടെ ഒരു ശക്തമായ മുന്നോട്ട് പോക്കിന് വേണ്ടി നടത്തിയ ഒരു കോൺക്ലേവ് കഴിഞ്ഞിട്ട് നമ്മളിരിക്കുകയാണ്. അപ്പോൾ അത് ഭംഗിയായി നടന്ന ഒരു കാര്യത്തിന് ഇനി മറ്റു കാര്യങ്ങളെപ്പറ്റി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. അല്ല, അങ്ങനെ പറയാനൊക്കത്തില്ല. ഞാൻ അതിലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ധീരമായ നടപടിയാണ് കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതിനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അത് ഇപ്പോൾ ഇതുവരെ കൊടുത്തതെല്ലാം അതിൻ്റെ ഒരു എന്താ പറയുക ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതേപോലെ തന്നെ മുമ്പോട്ട് പോകും. അല്ല, അതിനൊന്നും ഇപ്പോൾ എനിക്ക് മറുപടിയില്ല, പ്രതികരണമില്ല. അതെല്ലാം ഇന്നലെ സജി ചെറിയാൻ അവറുകൾ പറഞ്ഞതോടുകൂടി അതെല്ലാം അവസാനിച്ചു. കൃത്യമായി